ഇടതുപക്ഷത്തിലെ CPIക്ക് ഇപ്പോൾ വലിയ ഞെട്ടലാണ്. മറ്റൊന്നുമല്ല, ഞെട്ടിപ്പിക്കുന്നൊരു വാർത്തയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ BJP അതിശയകരമായ രീതിയിൽ വളരുന്നു എന്ന്. BJP കേന്ദ്രങ്ങളിൽ പോലും വലിയ ഞെട്ടലായി തീർന്നിരിക്കുകയാണ്. അവർ പോലും പ്രതീക്ഷിക്കാത്ത, അവരുടെ കണക്കുകൾക്ക് അപ്പുറമുള്ള വളർച്ചയാണ് കേരളത്തിൽ BJP ഉണ്ടാക്കുന്നത് എന്നാണ് CPIയുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഉയർന്നു കേട്ടത്. കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേരാണ് BJPയെയും സംഘപരിവാറിനെയും ഉദ്ദേശിച്ച് CPIക്കാരും CPMമാരും വിളിക്കാറ്. ചാണകം. ഈ ചാണകം എന്ന് വിളിച്ചിട്ടൊരു എന്തോ ഒരു വൃത്തികെട്ട സാധനമാണെന്നും ഉള്ള വിധത്തിൽ BJPയെയും സംഘപരിവാറിനെയും അധിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാർ വരെ. ചാണകസംഖി. ഇവനൊക്കെ വളർന്നു വന്നത് ഏതൊരു വളത്തിന്റെ ഗുണത്തിലാണ്? ഇവന്റെയൊക്കെ തിണ്ണം മെഴുകിയിരുന്നത് ഏതൊരു വളത്തിലാണ്? ഏതൊരു വളമാണ് കർഷക തൊഴിലാളികൾ പാടങ്ങളിൽ ചേറി ഫല ഭൂയിഷ്ടിയുള്ളതാക്കി നെല്ല് വിളയിച്ചിരുന്നത്? സ്വർണം പോലെ നെല്ല് വിളയിച്ച് കൊയ്തെടുത്ത് വീടുകളിൽ കൊണ്ടുകൊടുത്തിരുന്നത് ഏതൊരു വളത്തിന്റെ ബലത്തിലായിരുന്നു? ഇവന് വല്ല ചരിത്രം അറിയാമോ? തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയാണെന്നും പറഞ്ഞ് നടക്കുകയാണെന്നാണ് ചാണകം. വേറെ ഏതെങ്കിലും ഒരു അതിനെ വിശേഷിപ്പിക്കാൻ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇത്ര കർഷക അനുകൂലമായിട്ടുള്ള, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള, തൊഴിലാളി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഉൽപ്പന്നത്തെ അധിക്ഷേപിക്കുന്നത് വിവരശൂന്യതയല്ലേ? അതുപോലെ തന്നെയാണ് വടക്കേ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇന്ധനമായിട്ട് ഉപയോഗിച്ചിരുന്നത്, ഇപ്പോഴും പല ഗ്രാമങ്ങളിലും ഉപയോഗിക്കുന്നതുമാണ് ചാണക വറളി. ചാണകം വട്ടത്തിൽ ഇങ്ങനെ ചപ്പാത്തി രൂപത്തിലാക്കിയിട്ട് അത് ഉണക്കിയെടുത്തിട്ട് അത് കത്തിച്ച് ജീവിക്കുന്ന എത്രയോ പാവപ്പെട്ട നിസ്വരായ ആൾക്കാരുണ്ട്. അവരല്ലേ നിങ്ങളുടെ പാർട്ടിയുടെ കേഡറുകളാകേണ്ടവർ? അവരാവാത്തത് എന്തുകൊണ്ട്? നിങ്ങളുടെ ഉത്തരം നിഷേധാത്മക സമീപനങ്ങൾ കൊണ്ട്, ആശയത്തെ ആശയം കൊണ്ടാണ് നേരിടേണ്ടത്, അല്ല ചാണകം കൊണ്ടല്ല. ചാണകം നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ മുഖത്തിന് നേരെ വരിക. അതുപോലെ തന്നെ ഇന്ത്യൻ വിശ്വാസം അനുസരിച്ച് ചാണക വെള്ളമാണ് ഓരോ സ്ഥലങ്ങളും ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത്. ചാണക വെള്ളം തളിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ചാണകത്തിനെ ഒരു അറപ്പുള്ള വസ്തുവായിട്ട് കണ്ടുകൊണ്ട് ദന്തഗോപുരങ്ങളിൽ നിന്ന് പാർട്ടി പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഫലമായിട്ടാണ് പ്രതീക്ഷിച്ചതിനും അപ്പുറം ഒരു വളർച്ച BJPക്ക് കൈവരിക്കാൻ കഴിഞ്ഞത്. അതാണ് അതിൻ്റെ സത്യം. നിങ്ങൾ കണ്ടില്ല. എന്തുകൊണ്ട് കണ്ടില്ല? നിങ്ങൾ ജനങ്ങൾക്കിടയിലായിരുന്നില്ല. നിങ്ങൾ ദന്തഗോപുരങ്ങളിലായിരുന്നു. തത്വശാസ്ത്രങ്ങളുടെ ദന്തഗോപുരങ്ങൾക്കകത്തായിരുന്നു നിങ്ങൾ അടച്ചിട്ടിരുന്ന ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരുന്നത്, പ്രത്യയശാസ്ത്ര കൂമ്പാരങ്ങൾ എഴുതിക്കൂട്ടിക്കൊണ്ടിരുന്നത്. അതെല്ലാം ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയൂ സഖാക്കളെ. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരൂ. അതാണ് സംസ്ഥാന സമ്മേളനം വലിയ ചുടുകാട്ടിൽ വെച്ച് നടക്കുന്നത്, നല്ല കാര്യം തന്നെ. ആലപ്പുഴയിൽ വെച്ച് നടത്തുന്നത് നല്ല കാര്യം തന്നെ. ഓർമ്മകൾ ഇരമ്പുന്ന ബലികുടീരങ്ങളുടെ നാട്ടിൽ വെച്ച് നടത്തുന്നത് നല്ലത് തന്നെ. പക്ഷേ പഠനം ശരിയായ രീതിയിൽ വേണം. നിങ്ങൾ ശരിയായിട്ടുള്ള പൊളിറ്റിക്കൽ സ്റ്റഡി നടത്തിയില്ല. അതുകൊണ്ടാണ് BJP നിങ്ങളെ കവർ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വർഷവും അവരുടെ ഭൂരിപക്ഷം, ഓരോ തിരഞ്ഞെടുപ്പിലും അവരുടെ ഭൂരിപക്ഷം ക്രമപ്രവൃത്തമായിട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇനി അവർ പറഞ്ഞിട്ടുണ്ട്, ഇനി വോട്ട് വിഹിത വർധനവല്ല, സീറ്റ് നേടിയെടുക്കല. സീറ്റാണ്. അതാണ് ഇനി വരികയാണ്. ആക്ഷൻ, ഡയറക്റ്റ് ആക്ഷനിലേക്ക് വരിക. എനിക്ക് തോന്നുന്നു ഈ ബിനോയ് വിശ്വം മുമ്പ് അമിത്ഷാ ഇവിടെ വന്നപ്പോൾ നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. അതിനെ മുഖവിലേക്ക് എടുത്തിട്ടുണ്ട്. അതായത് 2026 കേരളം BJP ഭരിക്കും എന്ന് അമിത്ഷാ പറഞ്ഞു. അത് പറഞ്ഞത് സുരേന്ദ്രനെ മറ്റുമായിരുന്നുവെങ്കിൽ നമുക്കതിനെ ഒരു തമാശ മട്ടിലെടുത്താൽ മതി. അമിത്ഷാ പറഞ്ഞത് കൊണ്ട് ആരും അതൊരു തമാശയായിട്ട് കണ്ടില്ല. എന്നാൽ അതിനെ ഒട്ടും പ്രതികരിച്ചുമില്ല. അതെ, കാരണം ഞെട്ടലായി പോയി. ചെയ്യാൻ കഴിയുന്നത് മാത്രം പറയുക, പറഞ്ഞത് ചെയ്യുക. സഖാക്കളെ നിങ്ങൾ കണ്ടില്ലേ? ഈ കോറിഡോർ എന്ന് പറയുന്ന നമ്മുടെ കേരളം, വയനാട് മുതൽ അങ്ങ് ഛത്തീസ്ഗഡ് വരെ വ്യാപിച്ചു കിടക്കുന്ന ചുവന്ന ഇടനാഴി, എവിടെ നക്സലൈറ്റുകൾ? അവിടെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പൊക്കെ ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പ്രതിവാദികളുടെ ലേഖനങ്ങൾ, നഗര നക്സലുകളുടെ ലേഖനങ്ങൾ. പക്ഷേ ചാണകവെള്ളം തളിച്ച് ശുദ്ധീകരിക്കേണ്ടതാണ് ആ ഇടനാഴി. എന്തുകൊണ്ടെന്നാൽ പാവപ്പെട്ട ആദിവാസികളെ ബന്ധികളായി വെച്ചുകൊണ്ട് പോലീസുകാർക്കെതിരെ നരനായാട്ട് നടത്തിയ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പക്ഷക്കാരുടെ ഹൃദയഭൂമിയായിരുന്നു അവിടെ നിന്ന് ഇപ്പോൾ നക്സൽ മുക്തമാവുകയാണ്. ഓരോരുത്തരായിട്ട് ആയുധം വെച്ച് കീഴടങ്ങിക്കൊണ്ട് മര്യാദയ്ക്ക് ജീവിക്കാൻ പഠിച്ചിരിക്കുകയാണ്. ഒരു ജനതയുടെ ആദിവാസികളായി പോയതുകൊണ്ട്
അവരുടെ ജീവിതം മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞ, അവരുടെ കുഞ്ഞുങ്ങളുടെ ഭാവി നശിപ്പിച്ചു കളഞ്ഞ നക്സലൈറ്റുകളിൽ നിന്ന് ഇന്ത്യയുടെ ഈ ഇടനാഴി വസന്തത്തിന്റെ ഇടിമുഴക്കത്തിന്റെ ഇരമ്പലോടുകൂടി തന്നെ മോചനം നേടുകയാണ്. കണ്ടോ സഖാക്കളെ, നിങ്ങൾ എവിടെയാണ്? നിങ്ങൾ ഈ ജനങ്ങളുടെ അഭിനിവേശം, അവരുടെ അഭിവാഞ്ചയ്ക്കകത്ത് ഉയർന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നത് നാളെ ഇത് തന്നെ തുടച്ചു നീക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. BJP വളർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളത് കണ്ടില്ല. പകരം നിങ്ങൾ സംഘപരിവാർ ശക്തികൾക്കെതിരെ, ചാണകത്തിനെതിരെ, ഹിന്ദു വർഗീയ സവർണ ഫാസിസത്തിനെതിരെ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സഖാക്കളെ, ഇപ്പൊ ഫാസിസം കയ്യിലെടുത്തിരിക്കുന്നത് ആഗോള തീവ്രവാദികളാണ്. അവരുടെ മതം മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു രാജ്യങ്ങളെ, മറ്റു മതങ്ങളെ ജീവിക്കാൻ അനുവദിക്കാത്ത മതവെറിയന്മാർ, മതമൗലികവാദികൾ, അവരാണ് ഹിറ്റ്ലറുടെ സ്ഥാനത്ത് നിന്ന് ഫാഷിസ്റ്റായിട്ട് നിലകൊള്ളുന്നത്. അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ പുറകെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ പ്രശ്നങ്ങളിലും, ആഗോള പ്രശ്നങ്ങളെല്ലാം നിങ്ങളുടെ സമീപനം വായാടി വിപ്ലവം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യാഥാർത്ഥ്യമല്ല, ജനങ്ങൾ കണ്ടു മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യമല്ല നിങ്ങളുടെ യാഥാർത്ഥ്യം. നിങ്ങളുടെ യാഥാർത്ഥ്യം ഉയരുന്നത് പ്രത്യയശാസ്ത്ര കലവറകളിൽ നിന്നാണ്. അവിടെയാണ് വ്യത്യാസം. ജനങ്ങൾ നേരിട്ട് കാണുന്ന സത്യം, നിങ്ങൾ പ്രത്യയശാസ്ത്ര പുസ്തകങ്ങളുടെ താളുകൾക്കിടയിലാണ് ഈ സത്യങ്ങൾ വായിച്ചു നോക്കുന്നത്. അവിടെയാണ് വ്യത്യാസം. അതുകൊണ്ടാണ് നിങ്ങളുടെ കാലിനടിയിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോയതും സത്യം കാണാതെ നിങ്ങളിപ്പോൾ ഞെട്ടുന്നതും. അല്ലെങ്കിൽ ഒരു ഞെട്ടലിനും അവകാശമില്ലത്. നിങ്ങളൊരു വശത്ത് ഇങ്ങനെ പ്രീണനം നടത്തിക്കൊണ്ടിരുന്നു. ആ പ്രീണനം ഉണ്ടാക്കിയ വേദനകളിലൂടെ, മുറിവുകളിലൂടെ താമരപ്പൂക്കൾ ഉദിച്ചുയർന്നു. എന്തായിരുന്നു നിങ്ങൾ പറഞ്ഞത്? BJP അവർ അക്കൗണ്ട് തുറക്കാൻ പോകുന്നില്ല, BJP തമാശ പുച്ഛിച്ചു തള്ളുകയായിരുന്നു നിങ്ങളെ. ഒരു ജനതയുടെ വികാരമാണ് സഖാക്കളെ, വലതുപക്ഷ വ്യതിയാനമൊന്നും അല്ലത്. ഒരു ജനതയുടെ വികാരം, അമിതമായ പ്രീണനം വരുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം. അതിനിയും നിങ്ങൾ തുടരുകയാണെങ്കിൽ അതിലും വേഗത്തിൽ BJP വളർന്നുകൊണ്ടിരിക്കണം. തിരുത്തേണ്ടത് നിങ്ങളാണ്, BJP അല്ല. അത് ജനങ്ങളുടെ വികാരത്തിൻ്റെ പ്രതിഫലനമാണ്. ഇനിയും കൂടുതൽ ഭൂരിപക്ഷ സമുദായത്തിൽ ജനിച്ചുപോയി എന്നൊരു കുറ്റത്തിന് നിങ്ങൾ അവരെ ശിക്ഷിക്കാൻ തുടങ്ങുകയാണെങ്കിൽ, ഇപ്പം ആഗോള സംഗമം പോലുള്ള പരിപാടികൾ ആ വഴിക്കാണ് നീങ്ങുന്നത്. ആഗോള സംഗമത്തെപ്പറ്റി ഒരു വാക്കിതിൽ പറഞ്ഞിട്ടില്ല. നവകേരള സഭയെപ്പറ്റി ഒരു വാക്കിതിനകത്ത് പറഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം സാധാരണഗതി ഇതെല്ലാം നയരേഖയിൽ ഉണ്ടാവേണ്ടതാണ്. പക്ഷെ ഒന്നും പറയാത്തതിന് കാരണം അതിൽ ഈ പാർട്ടിക്ക് അതൃപ്തി ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ പ്രധാനമായിട്ട് അവരുടെ മന്ത്രിമാരെ തന്നെയാണ് ഈ രേഖയിൽ അവലപിച്ചിരിക്കുന്നത്. നെല്ല് സംഭരണം പൊളിഞ്ഞു, കാർഷിക ആശ്വാസ കമ്മീഷൻ പൊളിഞ്ഞു. അതുപോലെ തന്നെ വിജയനാഥ് പിന്നെ വേറൊരു കാര്യം പറഞ്ഞത്, ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ്റിന് പ്രേമം വിദേശ മദ്യത്തോടാണ്. അതോട് ചേർത്ത് വെച്ച് തന്നെ ഇവർക്ക് പ്രേമം നാടൻ മദ്യത്തോടാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു വാക്യം കൂടിയുണ്ട്. അന്തിക്കാട് ചെത്തു തൊഴിലാളികൾക്ക്, കള്ളിയ തൊഴിലാളികൾക്ക് വേണ്ട ആനുകൂല്യം കൊടുത്തില്ല. CPIയുടെ ഒരു ശക്തി കേന്ദ്രമാണ്. KP പ്രഭാകരനും ഒക്കെ ആ പാർട്ടിയെ പടുത്തുയർത്തിയ മണ്ണാണ് KP പ്രഭാകരൻ. അദ്ദേഹത്തിൻ്റെ മകനാണല്ലോ KP രാജേന്ദ്രൻ. അത് നല്ല ബേസുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറയുന്ന അതേ വാചകത്തിനടിയിലാണ് ഇവർക്ക് പ്രേമം ഇപ്പോൾ വിദേശ മദ്യത്തോടാണ് എന്നുള്ളത്. സത്യവുമാണത്. ഇപ്പോൾ വിദേശ മദ്യത്തെ ഒന്നുകൂടി സ്വയംഭനാക്കാൻ വേണ്ടിയിട്ട് കുപ്പിക്കകത്താക്കി വിതരണം. ആ കുപ്പി തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 20 രൂപ അവിടെ വെച്ച് കിട്ടുകയും ചെയ്യും. അങ്ങനെ പുതിയൊരു എക്കോസിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പലരും ഇപ്പോൾ വാങ്ങിച്ച് അവിടെ നിന്ന് നെൽപ്പനായിട്ട് അടിച്ചിട്ട് കുപ്പി തിരിച്ചു കൊടുത്ത് 20 രൂപയും വാങ്ങിച്ചുകൊണ്ടാണ് തിരിച്ചു പോകുന്നത്. നല്ല കാര്യം തന്നെയാണത്. പക്ഷെ CPIക്ക് ഈ വിദേശ മദ്യത്തോടുള്ള പ്രേമം അത്ര ഇഷ്ടപ്പെടുന്നില്ല. എന്ന് മാത്രമല്ല, CPI നേരത്തെ കരടിലല്ല പറഞ്ഞത് ഒരു കാര്യം, CPI അതിൻ്റെ നിലപാടുകളുമായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ CPMൽ നിന്ന് വ്യത്യസ്തമാവുകയില്ല. അപ്പം തിരിച്ചറിഞ്ഞിട്ടുണ്ട് CPI ലയനം എന്ന് പറയുന്നത് ഇനി നടക്കില്ല എന്നുള്ള അവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം രേഖയിൽ ഇവർ പറയുന്നത്, രേഖയിലുള്ള കാര്യം, ഈ വിശാല ഇടതുപക്ഷ ഐക്യമാണ് വേണ്ടത്. ആ ഐക്യമാണ് വേണ്ടത്. അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. അതോടൊപ്പം തന്നെ CPMനെ അതിൻ്റെ നയങ്ങളെയൊക്കെ ശക്തമായിട്ട് എതിർക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സഖാവ് ശർമ്മ ഒലിയുടെ കാര്യത്തെക്കുറിച്ച്, അദ്ദേഹം കമ്മ്യൂണിസ്റ്റ്, മാർക്സിസ്റ്റ്, ലെനിനിസ്റ്റ് ഇതെല്ലാം അരച്ച് കലക്കി കുടിച്ച ആളായിരുന്നു. ആ ഗവൺമെൻറ് അദ്ദേഹത്തിന് ഒളിച്ചോടി പോകേണ്ട അവസ്ഥയെക്കുറിച്ച് ഇതിൽ വന്നിട്ടില്ല. കാരണം അതിനു മുമ്പ് തയ്യാറാക്കിയ കരടാണ് എന്നുള്ളതാണ്. അത് സഖാക്കൾ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ്. അഴിമതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഏത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ആയാലും, അത് കേരളത്തിലേതായാലും, ഇങ്ങനെ ഒരു അനുഭവം ജനങ്ങളിൽ നിന്ന് ഉണ്ടാകുമെന്നൊരു പാഠം കൂടി നേപ്പാൾ
അല്ലെങ്കിൽ കാഠ്മണ്ഡു നമ്മളെ പഠിപ്പിക്കും. ഈ BJP-യുടെ വളർച്ചയിൽ ആദ്യ നഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതെ അതെ. CPI-ക്ക് തന്നെയാണ്. കാരണം തൃശ്ശൂർ കൈവിട്ടുപോയി. അവർക്ക് വലിയ പ്രതീക്ഷയുള്ളതാണ്. തിരുവനന്തപുരത്ത് ദയനീയമായ രീതിയിലുള്ള പരാജയം, 3-ാം സ്ഥാനത്തേക്ക്, വളരെ താഴെ തട്ടിലേക്ക് വന്നു എന്നുള്ളതാണ്. പിന്നെ ഇവർ മത്സരിക്കുന്ന ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന 4 മണ്ഡലങ്ങളും 3 സ്റ്റാർ മണ്ഡലമാണ്. തിരുവനന്തപുരവും തൃശ്ശൂരും വയനാടും. വയനാട് എത്തി നോക്കാൻ പറ്റാത്ത സാഹചര്യം. മാവേലിക്കര ആയിരുന്നു കഴിഞ്ഞ തവണ അല്പമെങ്കിലും പ്രതീക്ഷ വെച്ച് പുലർത്തിയത്. അപ്പൊ ദേശീയ തലത്തിൽ തന്നെ ഇവർ അപ്രസക്തമായി. ഒന്ന് ആലോചിക്കണം, BJP-യുടെ ബ്രെയിൻ ആയിട്ടുള്ള RSSന്റെ 100-ാം വർഷത്തിൽ നടക്കുകയാണ്, CPI-യും 100-ാം വർഷത്തിൽ. ഇത് രണ്ടും എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അതാണ്, അത് വളരെ CPI കണ്ണു തുറന്നു നോക്കേണ്ട ഒരു കാര്യമാണ്. ഈ അമിതമായ പ്രീണനവും അമിതമായിട്ടുള്ള വായാടി വിപ്ലവവും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അംഗീകാരം കിട്ടും. പിന്നെ CPI എന്ന് പറയുന്ന വലിയ ചേട്ടൻ ആണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. ആ CPI ഇല്ലാതാവണമെന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിലെ ആയാലും ഇന്ത്യയിലായാലും ഒരേ ഒരു പാർട്ടി CPM ആണെന്നുള്ള തിരിച്ചറിവ് CPIക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ സുവർണകാലം എന്ന് പറയുന്ന കോൺഗ്രസിനോട് ചേർന്നുകൊണ്ട് അച്യുതമേനോൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ആ കാലം, കോൺഗ്രസിനോട് ചേർന്ന് നിന്നപ്പോഴാണ് CPI അതിൻ്റെ ഏറ്റവും പ്രശോഭിതമായിട്ടൊരു കാലഘട്ടത്തിലൂടെ കടന്നുപോയത്. അതിന് ഒരു തടസ്സമുണ്ടാക്കിയത് അടിയന്തരാവസ്ഥ മാത്രമാണ്. പക്ഷേ അടിയന്തരാവസ്ഥ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, ഇപ്പോൾ കോൺഗ്രസിനോടൊപ്പമാണ് CPM നിൽക്കുന്നത്. പക്ഷേ കോൺഗ്രസിനെ ഇപ്പോൾ കൂടുതൽ എതിർക്കുന്നത് CPI. നിങ്ങൾക്ക് പഴയ പ്രതാപം വീണ്ടെടുക്കണമെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷ വിശാലനിരയല്ല വേണ്ടത്, ഇടതു ജനാധിപത്യ ഐക്യം. കോൺഗ്രസുമായിട്ട് ചേർന്ന് നിങ്ങൾ പോവുകയാണെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കുക. CPM നിങ്ങളെ ഒതുക്കി കൊണ്ടുവരിക, മെരുക്കി കൊണ്ടുവരിക. നിങ്ങളുടെ വണ്ണം നന്നേ കുറഞ്ഞ് നന്നേ മെലിഞ്ഞിട്ടുണ്ടെന്ന് ഇപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ബധിരകർണങ്ങളിൽ പതിക്കുമെന്നുള്ള വിശ്വാസം കൊണ്ട് പറയുകയല്ല. എങ്കിലും പഴയൊരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ ചില വ്യർത്ഥ വിചാരങ്ങൾ പറഞ്ഞു എന്ന് മാത്രം.